കൊല്ലം തുറമുഖം കുറച്ചു നാളുകളായി വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട്. കൊല്ലം തീരത്ത് ഇന്ധന പരിവേഷണം നടത്തുന്നു എന്ന കേരളത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. UK ആസ്ഥാനമായുള്ള കമ്പനിയുമായി ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ഖനനത്തിനുള്ള കരാർ ഒപ്പിട്ടെന്ന വിവരവും പുറത്തു വന്നു. $154 ദശലക്ഷം, അതായത് 1287 കോടി രൂപയുടെ കരാറാണ് ഒപ്പിട്ടത്. കൊല്ലം തീരത്ത് നിന്ന് 48 കിലോമീറ്റർ ദൂരത്താണ് പരിവേഷണം നടത്തുന്നത്. കൊല്ലം തുറമുഖം വീണ്ടും വാർത്തകളിൽ എത്തുന്നു. എയർഫോഴ്സിൻ്റെ പ്രതിരോധ സാമഗ്രികളാണ് കൊല്ലം പോർട്ടിൽ എത്തിച്ചിരിക്കുന്നത്. ലക്ഷദ്വീപിലെ കവരത്തിയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഈ പ്രതിരോധ സാമഗ്രികൾ. 8 ഡിഫൻസ് ട്രക്കുകളും 5 കണ്ടെയ്നറുകളും നിരവധി പാക്കേജുകളുമാണ് കൊല്ലത്ത് എത്തിച്ചിട്ടുള്ളത്. ഇവ കവരത്തിയിലേക്ക് കൊണ്ടുപോകും. ബാർജിലാണ് ഇവ കവരത്തിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതീവ സുരക്ഷാ പ്രാധാന്യമുള്ളവയാണ് കണ്ടെയ്നറുകളിലും പാക്കേജിലും ഉള്ളത്. അതിനാൽ ഇവയിൽ എന്താണ് ഉള്ളതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. സാമഗ്രികൾ കൊണ്ടുപോകാൻ മുംബൈയിൽ നിന്ന് സീ വാരിയർ എന്ന ബാർജിനെ വലിച്ചു കൊണ്ടുപോകാനായി ഓഷ്യൻ സിയാച്ചൽ എന്ന ക്യൂറ്റൻ ടഗും കൊല്ലം തുറമുഖത്ത് എത്തിയിട്ടുണ്ട്. ലോറികളിൽ എത്തിച്ചിട്ടുള്ള ഈ കണ്ടെയ്നറുകളും പാക്കേജുകളും ബാർജിലേക്ക് മാറ്റും. ട്രക്കുകൾ ബാർജിൽ കവരത്തിയിലേക്ക് കൊണ്ടുപോകും. കവരത്തിയിൽ ബാർജിൽ നിന്ന് സാമഗ്രികൾ ഇറക്കാനായി 150 ടൺ ഭാരം ഉയർത്താൻ ശേഷിയുള്ള ക്രെയിൻ ആവശ്യമാണ്. ഈ ക്രെയിനും ബാർജിൽ കവരത്തിയിൽ എത്തിക്കും. ഇതിനായുള്ള ക്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം പോർട്ടിൽ എത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുട്ടത്തറയിൽ നിന്ന് എയർഫോഴ്സ് സംഘത്തിൻ്റെയും പോലീസിൻ്റെയും എസ്കൗട്ടിലാണ് പ്രതിരോധ സാമഗ്രികൾ കൊല്ലത്തേക്ക് കൊണ്ടുവന്നത്. പോർട്ടിൻ്റെ സുരക്ഷയും എയർഫോഴ്സ് സംഘത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. പോർട്ട് പരിസരത്ത് കേന്ദ്ര ഇൻ്റലിജൻസ് സംഘവും നിരീക്ഷണം നടത്തുന്നുണ്ട്. പ്രതിരോധ സാമഗ്രികൾ കൊണ്ടുപോകുന്നതുവരെ തുറമുഖത്ത് പൊതുജനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് തുറമുഖ അധികൃതർ അറിയിച്ചു.